ഹായ് എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ തേഴ്സ്ഡേ സ്പെഷ്യൽ റുട്ടീനാണ്. രാവിലെ തന്നെ എഴുന്നേറ്റിട്ട് ഞാൻ നമ്മുടെ ഗാർഡനിലേക്കൊന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ രാവിലെ നോക്കിയപ്പോഴത്തേക്ക് നമ്മുടെ 10 മണി ചെടികളിലൊക്കെ ഉണ്ടല്ലോ ഇതുപോലെ ഉറുമ്പ് കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഈ 10 മണി ചെടികളിൽ ഉറുമ്പ് വരുമ്പോഴത്തേക്ക് ഞാൻ നമ്മുടെ മീഷോയിൽ നിന്ന് മേടിച്ചിട്ടുള്ള ഒരു ആൻറ്റിൻ്റെ സ്പ്രേ ഉണ്ടല്ലോ, അതാണ് ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ ഇതിപ്പോൾ സെക്കൻഡ് ടൈമാണ് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത്. എനിക്ക് തോന്നുന്നത് ഒരു 2 മാസം മുന്നേ ഇതുപോലെ ചെടികൾ മാറ്റുന്നതിന് മുന്നേ ആയിട്ട് ഇതേമാതിരി ചെടികളിൽ ഉറുമ്പ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ അത് സ്പ്രേ ചെയ്തതിന് ശേഷം പിന്നെ ഒരു മാസത്തിന് ശേഷമൊക്കെയാണ് ഇപ്പോഴാണ് വീണ്ടും ഉറുമ്പ് വരുന്നത്. അപ്പോൾ നമ്മൾ കാണുന്നതിനനുസരിച്ച് അപ്പോൾ തന്നെ അത് സ്പ്രേ ചെയ്ത് കൊടുത്താൽ നല്ലതായിരിക്കും. പിന്നെ 10 മണി ചെടികളിലാണെങ്കിലുണ്ടല്ലോ ഒരു വെള്ള കളറിലുള്ളൊരു ജീവി ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ. അതിൻ്റെ പേരെനിക്ക് അറിയത്തില്ല. അപ്പോൾ അതും ഈ സ്പ്രേ യൂസ് ചെയ്യുമ്പോഴത്തേക്കും നന്നായിട്ട് തന്നെ അത് ചത്തു പോകുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാൻ ആദ്യമേ തന്നെ വെള്ളം ഒഴിച്ചു കൊടുത്തു. പിന്നീടാണ് ഞാൻ ഈ ഉറുമ്പിനെ ശ്രദ്ധിച്ചത്. പിന്നീടാണ് ഞാൻ സ്പ്രേ ചെയ്ത് കൊടുത്തത്. ആദ്യമേ തന്നെ നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത്. ഒന്നുകിൽ രാവിലെ അല്ലെങ്കിൽ വൈകുന്നേരങ്ങളിൽ ഇതുപോലെ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നതാണ് കേട്ടോ നല്ലത്. പിന്നെ ഇന്ന് വ്യാഴാഴ്ച ആയ കാരണം കൊണ്ട് നമ്മളിന്ന് ക്ഷേത്രത്തിലേക്ക് പോകുന്നുണ്ട്. എല്ലാ വ്യാഴാഴ്ചയും ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ പോകാറുണ്ട്. അപ്പോൾ അങ്ങനെ പോകുന്നതാണ് കേട്ടോ. ആമിയെ സ്കൂളിലൊക്കെ വിട്ടിട്ടുണ്ട് ഇതിനിടയിൽ. അപ്പോൾ ഞാൻ ഈ ഡ്രസ്സ് മീഷോയിൽ നിന്ന് എടുത്തതാണെന്ന് ഒരിക്കൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ഞാനിപ്പോൾ ഇത് 4-5 തവണ ഇട്ടായിരുന്നു കേട്ടോ. ഒരു വ്ളോഗിൽ നമ്മുടെ സബ്സ്ക്രൈബർ നീത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഡ്രസ്സ് ഇടുമ്പോഴത്തേക്കും ഒന്ന് കാണിക്കണേന്ന്. അപ്പോൾ ഞാൻ സൈഡൊക്കെ ആൾട്ടർ ചെയ്തതിന് ശേഷമാണ് ഇത് ഇടുന്നത്. പിന്നെ ഇത് കഴുകിയതിന് ശേഷം അങ്ങനെ കളറൊന്നും പോകുന്നില്ല കേട്ടോ. പ്യുവറായിട്ടുള്ള കോട്ടൺ തുണിയാണ്. നല്ല സുഖമാണ് ഇപ്പോൾ വെയിലത്തൊക്കെ ഇടാനായിട്ടാ. അപ്പോൾ ഇതിൽ പാൻറ്റും ഇതുപോലെ ടോപ്പും മാത്രമാണ് വരുന്നത്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഷോള് വേണമെങ്കിൽ ഇട്ടാൽ മതി. ഞാനങ്ങനെ ഷോൾ ഇടാറില്ല. പോകുന്ന വഴിയിൽ തന്നെ നമ്മുടെ തൊട്ടടുത്തുള്ള കായലിൽ ഇങ്ങനെ നിറച്ചും പൂക്കൾ നിൽപ്പുണ്ടായിരുന്നു കേട്ടോ. ഈ ഒരു നീല കളറിലുള്ള ഒരു വയലറ്റ് കളറിലുള്ള പൂവില്ലേ, ഇതിൻ്റെ പേരെനിക്ക് അറിയത്തില്ല ഈ ചെടിയുടെ. അപ്പോൾ ഇത് കായലിൽ വരുന്ന ഒരു തരം പൂക്കളാണ്. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. അപ്പോൾ ഞാനിങ്ങനെ ഹസ്ബൻഡിനോട് പറഞ്ഞിട്ട് ഇങ്ങനെ അവിടെ നിർത്തി തന്നാണ് കേട്ടോ, കുറച്ച് നേരം കണ്ട് നിൽക്കാൻ വേണ്ടിയിട്ട്. നല്ല തണുത്ത കാറ്റാണ് കേട്ടോ ഈ കായലിൻ്റെ ഇവിടെ നിൽക്കുമ്പോഴത്തേക്ക്. നമ്മുടെ വീട്ടിലും നല്ല കാറ്റാണ്. നല്ല ചൂട് തുടങ്ങിയിട്ടുണ്ടെങ്കിലും നമുക്കിപ്പോൾ വീട്ടിൽ നിൽക്കുമ്പോഴത്തേക്കും വലിയ ചൂട് തോന്നാത്തത്, അതായത് വീടിന് പുറത്തിറങ്ങി നിൽക്കുമ്പോഴത്തേക്കും ചൂട് തോന്നാത്തത് ഈ കായലടുത്തുള്ളത് കൊണ്ടാണ്. പിന്നെ അങ്ങനെ നമ്മൾ കുറച്ച് നേരം അവിടെ നിന്നിട്ട് ഒരു 5-10 മിനിറ്റ് നിന്നതിന് ശേഷം ഒന്ന് വീഡിയോ ഒക്കെ എടുത്തിട്ട് നേരെ നമ്മൾ ക്ഷേത്രത്തിലേക്ക് വന്നിട്ടുണ്ട്. നല്ല വെയിലാണ്. രാവിലെ തന്നെ ഭയങ്കരമായിട്ട് നമ്മൾ ടയേർഡായി പോകുന്നുണ്ട് ഈ വെയിലിൽ. ഞാനിപ്പോൾ വോയിസൊക്കെ കൊടുക്കുന്ന സമയത്തൊക്കെ വിയർത്ത് കുളിച്ചിരിക്കുകയാണ് കേട്ടോ. പിന്നെ നമ്മൾ ക്ഷേത്രത്തിൽ വരുന്നത് മെയിനായിട്ട് നെയ്വിളക്ക് വെക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇവിടെയാണെങ്കിൽ ഇതുപോലെയാണ് നെയ്വിളക്ക് ഇരിക്കുന്നത്. ഇടിഞ്ഞിലിനകത്ത് മൺചിരാതുണ്ടല്ലോ, അതിനകത്ത് നെയ്യ് വെച്ചിട്ട് തിരിയിട്ടിട്ട് ഇങ്ങനെ കട്ടിയായിട്ട് ഇരിക്കുന്നതാണ്. നമ്മൾ അത് മേടിച്ചുകൊണ്ട് പോയിട്ട് വിളക്ക് വെച്ചാൽ മതി. ഇല്ലെങ്കിൽ നെയ്യായിട്ട് സെപ്പറേറ്റ് ആയിട്ട് കിട്ടും മേടിക്കാനായിട്ട്. അത് വേണമെന്നുണ്ടെങ്കിൽ അത് മേടിച്ചുകൊണ്ട് പോയിട്ട് നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ മൺചിരാതും തിരിയൊക്കെ കൊണ്ടുപോയിട്ട് അങ്ങനെ വേണമെങ്കിലും വിളക്ക് വയ്ക്കാം. നമ്മൾ അവിടെ പോയിട്ട് റെഡിമെയ്ഡ് ആയിട്ടുള്ള നെയ്വിളക്കാണ് കേട്ടോ മേടിക്കുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് വന്നു. വീട്ടിൽ വന്നിട്ട് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിക്കാതെയാണല്ലോ രാവിലെ പോകുന്നത്. അപ്പോൾ ഇങ്ങനെ ഇഡ്ഡലിയും മുളക് ചമ്മന്തിയൊക്കെ ഉണ്ടാക്കി, രാവിലെ ഞാൻ ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടാണ് പോയത് കേട്ടോ. അങ്ങനെ അതൊക്കെ ഒന്ന് കഴിക്കുന്നുണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു. പിന്നെ അത് കഴിഞ്ഞിട്ട് കുറച്ച് നേരം റെസ്റ്റ് എടുത്തു. പിന്നെ ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മളിന്ന് തക്കാളി തൊക്ക് ചെയ്യാനായിട്ട് പോവാണ്. കഴിഞ്ഞ ദിവസം മാർക്കറ്റിൽ നിന്ന് വെജിറ്റബിൾസ് മേടിച്ചപ്പോഴത്തേക്കും 2 കിലോ തക്കാളി 50 രൂപയ്ക്ക് കിട്ടിയായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് അത്രയും തക്കാളിയുടെ ആവശ്യമില്ല. അപ്പോൾ ഇതുപോലെ തൊക്ക് പോലെ ചെയ്ത് വെച്ചേക്കുകയാണെങ്കിൽ നമുക്കൊന്ന് ഈസി ആയിരിക്കും. അതായത് ചോറ്, ചപ്പാത്തി, ദോശ, ഇഡ്ഡലി ഇതിൻ്റെ കൂടെയൊക്കെ നമുക്ക് പെട്ടെന്ന് കറിയില്ലെങ്കിലും കഴിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇത് തമിഴ്നാട്ടിലെ ഒരു സ്പെഷ്യൽ റെസിപ്പിയാണ് കേട്ടോ. അതിന് വേണ്ടിയിട്ട് ആദ്യം നമ്മൾ ഒരേ അളവിന് ഉലുവയും കടുകും കൂടി നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കണം. അതിനുശേഷം ഒന്ന് തണുത്തതിന് ശേഷം ഒന്ന് നന്നായിട്ട് പൗഡറാക്കി എടുക്കാം. പിന്നെ കുറച്ച് ഒരു പിടിയോളം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ. അതിങ്ങനെ മുഴുവനായിട്ട് പൊളിച്ച് വെക്കുന്നുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന ഒരു കടുകും ഉലുവയും കൂടി നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. അത് തണുത്തതിന് ശേഷം ഒന്ന് ഫൈൻ പൗഡറായിട്ട് അരച്ചെടുക്കാം നമ്മുടെ ബ്ലെൻഡറിലിട്ടിട്ട്. അപ്പോൾ നല്ല മണമാണ്. കടുക് വറുക്കുന്ന സമയത്ത് കടുക് ഇങ്ങനെ പൊട്ടി തുടങ്ങണം. നന്നായിട്ട് പൊട്ടി വന്നതിന് ശേഷം മാത്രമാണ് ഫ്ലെയിം ഓഫ് ചെയ്യാവുള്ളൂ.
പിന്നെ അത് കഴിഞ്ഞിട്ട് ഇതെല്ലാം ഒന്ന് പൗഡറാക്കി ഒരു സൈഡിൽ വെച്ചിട്ടുണ്ട്. വെളുത്തുള്ളിയും പൊളിച്ച് വെച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ ഇതിൽ നിന്ന് നന്നായിട്ട് പഴുത്തിട്ടുള്ള തക്കാളി തിരഞ്ഞെടുത്തതാണ്. എന്നിട്ട് ഇത് കുറച്ച് അത്യാവശ്യം വലിപ്പമുള്ള തക്കാളി നോക്കി എടുത്തായിരുന്നു കേട്ടോ. പിന്നെ 1-2 എണ്ണം വലുതായിട്ട് പഴുക്കാത്തതും ഉണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ മേൽ പോർഷനിൽ നിന്ന് അതങ്ങ് കട്ട് ചെയ്ത് കളയണം. ആ ഒരു ഞെട്ടിൻ്റെ ഭാഗം വരുന്നില്ല അവിടെ നിന്ന്. എന്നിട്ട് നന്നായിട്ട് കഴുകിയെടുത്തതിന് ശേഷം അല്പം പോലും വെള്ളം ഇല്ലാതെ വേണം നമ്മളിത് അരച്ചെടുക്കാനായിട്ട്. അപ്പോൾ മിക്സിയുടെ ജാറിലിട്ട് നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കാം കേട്ടോ. നിങ്ങൾക്കിപ്പോൾ അരച്ചെടുക്കാൻ ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ, അരച്ചെടുക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ മുഴുവനായിട്ട് അല്ലെങ്കിൽ 4ആയിട്ടൊക്കെ കട്ട് ചെയ്ത് നമുക്ക് ചേർത്ത് കൊടുക്കാം. അങ്ങനെ ഇത് ഒരു സൈഡിൽ അരച്ചെടുക്കുന്നതിന് മുന്നേ ഞാൻ നമ്മുടെ സൈഡിൽ ജനൽ വഴി നോക്കിയപ്പോഴത്തേക്കൊണ്ട് തൊട്ടടുത്തിരിക്കുന്ന വീട്ടിൽ ഇതുപോലെ ഒരു കിളി വന്നിരിക്കുന്നതാണ്. അപ്പോൾ ഇവനാണെങ്കിൽ ഡെയിലി ഇവിടെ വന്നിരിക്കും കേട്ടോ. ഞാൻ കിച്ചണിൽ വരുന്ന സമയത്ത് ഒരു കൗതുകം കൊണ്ട് ഞാൻ വീഡിയോ എടുത്താണ്. ഒരു 11-11:30 ആകുമ്പോഴത്തേക്കും ഡെയിലി വരും കേട്ടോ. അപ്പോൾ ഞാൻ നമ്മുടെ ജനലിൻ്റെ തൊട്ട് സൈഡിൽ കുറച്ച് സ്പേസ് ഉണ്ട്, അവിടെ ഞാൻ ചോറ് എന്തെങ്കിലുമൊക്കെ വെച്ച് കൊടുക്കും ഈ കിളിക്ക് കഴിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഞാൻ ഈ തക്കാളി എല്ലാം ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അരച്ചെടുത്തപ്പോഴത്തേക്കും കുറച്ച് കട്ടകളുണ്ടായിരുന്നു. വീണ്ടും മിക്സിയിലിട്ട് അരച്ചപ്പോഴത്തേക്കും അത് നന്നായിട്ട് തന്നെ അരഞ്ഞ് കിട്ടി. പിന്നെ കൈയോടെ തന്നെ ഞാൻ ആ തക്കാളിയുടെ പേസ്റ്റൊക്കെ അവിടെയൊക്കെ തെറിച്ചിട്ടുണ്ടായിരുന്നേ കൗണ്ടർ ടോപ്പിൽ, അതൊക്കെ കൈയോടെ തന്നെ ക്ലീൻ ചെയ്തിട്ടു. പിന്നെ അതുപോലെ മിക്സിയിലും ഒക്കെ ഒന്ന് തെറിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുത്തു. ഇനി നമ്മൾ തൊക്കുണ്ടാക്കാനായിട്ട് പോവാണ്. അതിന് വേണ്ടിയിട്ട് കുറച്ച് അകലമുള്ളൊരു പാത്രം എടുത്തിട്ടുണ്ട്. ഈ പാത്രം ആണെങ്കിൽ ഒരുപാട് കട്ടിയില്ലാത്ത പാത്രമാണ്, അതുകൊണ്ട് തന്നെ ലോ ഫ്ലെയിമിലിട്ടിട്ട് മാത്രമാണ് കുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ പാത്രം നന്നായിട്ട് ചൂടായതിന് ശേഷം നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കണം. അതിലേക്ക് കടുക് ചേർത്ത് കൊടുത്ത് കറിവേപ്പിലയും നമ്മൾ നേരത്തെ പൊളിച്ച് വെച്ചിരിക്കുന്ന ആ ഒരു വെളുത്തുള്ളി ഉണ്ടല്ലോ മുഴുവനായിട്ട് തന്നെ ചേർത്ത് കൊടുക്കാം. അതൊന്ന് നന്നായിട്ട് മൊരിഞ്ഞ് വരുമ്പോഴത്തേക്കും നമ്മളിതിലേക്ക് അരച്ച് വെച്ചേക്കുന്ന തക്കാളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാണെങ്കിൽ ചെയ്തെടുക്കാനായിട്ട് കുറച്ച് ടൈം എടുക്കും, കാരണം ഈ തക്കാളിയുടെ വെള്ളമൊക്കെ ഒന്ന് പറ്റി നല്ല വെള്ളമൊന്നും ഇല്ലാതെ നമുക്ക് ഇങ്ങനെ വഴറ്റിയെടുക്കണം. അപ്പോൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് മാത്രമാണ് ഈ പാത്രത്തിൽ വേവിക്കാൻ പറ്റുള്ളൂ എന്ന് ഞാൻ പറഞ്ഞിരുന്നില്ല. അതുകൊണ്ട് നമുക്കിത് കുറച്ച് ടൈം കൂടുതൽ എടുക്കുന്ന ഒരു കാര്യമാണ്. പക്ഷേ ഇത് നമ്മൾ ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ടെങ്കിലുണ്ടല്ലോ അച്ചാറിന് പകരമായിട്ടും, അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ദോശയുടെയൊക്കെ കൂടെ കഴിക്കാനൊക്കെ ബെസ്റ്റ് സാധനമാണ്. പെട്ടെന്ന് നമുക്ക് കറിയൊന്നും ഉണ്ടാക്കാൻ പറ്റുന്നില്ല, എന്തെങ്കിലും വയ്യായികയുണ്ട്, അങ്ങനെയൊക്കെ ഉള്ള സിറ്റുവേഷനിലൊക്കെ നമുക്കിത് ഉപയോഗിക്കാം കേട്ടോ. മാത്രമല്ല നമുക്കിപ്പോൾ വേവിച്ച ചോറ് ഇരിപ്പുണ്ടെന്നുണ്ടെങ്കിൽ, ഈ തക്കാളി തൊക്കെ ഇരിപ്പുണ്ടെങ്കിൽ അത് ഈ കുറച്ച് 2-3 സ്പൂൺ എടുത്ത് ഈ ചോറിലേക്ക് മിക്സ് ചെയ്തിട്ട് അങ്ങനെ നമുക്ക് കഴിക്കാം, തക്കാളി സാദം പോലെ. ഇത് നമ്മളെപ്പോഴും ഫ്രിഡ്ജിലാണ് കേട്ടോ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. അപ്പോൾ ഞാൻ എന്തായാലും ടൈം ഉണ്ടല്ലോ, അതുകൊണ്ട് ഇതിനിടയിൽ തന്നെ ഫ്രിഡ്ജ് ക്ലീൻ ചെയ്യാമെന്ന് കരുതിയിട്ട് ഫ്രിഡ്ജിലിരിക്കുന്ന സാധനങ്ങളെല്ലാം എടുത്ത് മാറ്റുന്നുണ്ട്. ആദ്യമേ തന്നെ ഫ്രിഡ്ജിൻ്റെ സ്വിച്ചൊക്കെ ഓഫ് ചെയ്തു. ഇടയിൽ തന്നെ ഞാൻ പോയിട്ട് തക്കാളി ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. അടിക്ക് പിടിക്കാൻ പാടില്ല, നല്ല ലോ ഫ്ലെയിമിലിട്ടിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അതവിടെ വെള്ളമൊക്കെ പറ്റി വരുന്നതിനിടയിൽ തന്നെ നമുക്ക് ഫ്രിഡ്ജ് ക്ലീൻ ചെയ്യാം കേട്ടോ. അപ്പോൾ ഒരേ സമയം 2-3 ജോലികൾ ഇങ്ങനെ ചെയ്യാൻ പറ്റുന്നെങ്കിൽ അത്രയും നമുക്ക് സമയം ലാഭിക്കാനായിട്ട് പറ്റും. ഇതിപ്പോൾ ഞാൻ തക്കാളി തൊക്ക് ചെയ്യുമ്പോഴത്തേക്കും അതിൻ്റെ കൂടെ തന്നെ നിൽക്കണമെന്നില്ല കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് പോയി ഇളക്കിയിട്ട് കൊടുത്താൽ മതി. ലോ ഫ്ലെയിമിലാക്കി വെച്ചേക്കുന്നതുകൊണ്ട് പ്രശ്നമില്ല. പിന്നെ നമ്മുടെ ഫ്രിഡ്ജ് ഇരിക്കുന്നതും കിച്ചണിലായതുകൊണ്ട് പെട്ടെന്ന് തന്നെ നമുക്ക് നോക്കി എല്ലാം ചെയ്യാനും ഒക്കെ പറ്റും. ഞാൻ ഫ്രിഡ്ജിലിരിക്കുന്ന എല്ലാ സാധനങ്ങളും എടുത്ത് മാറ്റുന്നുണ്ട്. ഇനി നല്ലൊരു തുണി എടുത്തിട്ട്, നല്ലൊരു ടവൽ എടുത്തിട്ട്, കോട്ടൺ ടവൽ എടുത്തിട്ട് ഒന്ന് നന്നായിട്ട് നനച്ചെടുത്തിട്ട് വെള്ളത്തിൻ്റെ ഈർപ്പം നന്നായിട്ട് പിഴിഞ്ഞ് കളഞ്ഞിട്ട് ഒന്ന് തുടച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ മിക്കവാറും 2 ആഴ്ച കൂടുമ്പോഴൊക്കെ തന്നെ നമ്മുടെ ഫ്രിഡ്ജ് ക്ലീൻ ചെയ്യാറുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് അങ്ങനെ ഡീപ്പ് ക്ലീനിങ്ങിൻ്റെ ആവശ്യം വരത്തതേ ഇല്ല കേട്ടോ. നമ്മുടെ വ്ളോഗ് സ്ഥിരമായിട്ട് കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും, അങ്ങനെ ഒരു വലിയ അഴുക്ക് പിടിച്ചിട്ടുള്ളൊരു സംഭവം ഇതുവരെയും നമ്മുടെ ഫ്രിഡ്ജിന് വന്നിട്ടില്ല. കാരണം 2 ആഴ്ചയിൽ ഒരിക്കൽ ഇങ്ങനെ ക്ലീൻ ചെയ്ത് വെക്കുന്നതുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ കൈയോടെ തന്നെ എന്തെങ്കിലും അഴുക്കൊക്കെ പറ്റിയിട്ടുണ്ടെങ്കിലോ കറി എന്തെങ്കിലുമൊക്കെ വീണിട്ടുണ്ടെങ്കിലൊക്കെ കൈയോടെ അതങ്ങ് തുടച്ചിടുവാണെങ്കിൽ അത്രയും നല്ലതാണ്. അപ്പോൾ നമുക്കിങ്ങനെ ഡീപ്പ് ക്ലീനിങ്ങോ അല്ലെങ്കിൽ വലിയ സമയം എടുത്തിട്ടുള്ള ക്ലീനിങ്ങിൻ്റെ ഒന്നും ആവശ്യം വരത്തില്ല കേട്ടോ.
പിന്നെ നമ്മുടെ ഫ്രിഡ്ജെല്ലാം നന്നായിട്ട് ക്ലീൻ ചെയ്തതിന് ശേഷം ഒന്ന് തുടച്ചൊക്കെ എടുത്തു. നല്ലൊരു ഡ്രൈ ക്ലോത്തും കൂടെ യൂസ് ചെയ്തിട്ട് തുടച്ചെടുത്തിട്ട് വെജിറ്റബിൾസൊക്കെ മേടിച്ചതെല്ലാം ഇരിപ്പുണ്ടായിരുന്നേ, അതെല്ലാം അതാത് സ്ഥാനത്തിന് വെച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ വെജിറ്റബിൾസ് ഇങ്ങനെയാണ് വെക്കുന്നത്. ഒന്ന് വെജിറ്റബിൾ ബോക്സിൽ വെക്കും, ബാലൻസ് ഉള്ളതെല്ലാം നമ്മുടെ ഓർഗനൈസറിലിട്ടിട്ട് തൊട്ട് മേലത്തെ ഷെൽഫിൽ വെക്കും കേട്ടോ. പിന്നെ ഇത് കണ്ടോ, ഇത് സ്വീറ്റ് കോൺ ആണ് കേട്ടോ. ഹസ്ബൻഡിന് കഴിക്കാൻ വേണ്ടിയിട്ട് സ്വീറ്റ് കോണിൻ്റെ സിൽക്ക് എടുത്തിട്ട് വെള്ളം കുടിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 2 കിലോയൊക്കെ മേടിച്ച് വെച്ചേക്കും കേട്ടോ. 100 രൂപയ്ക്കൊക്കെ 2 കിലോയൊക്കെ കിട്ടും, കുറേ കിട്ടും. അപ്പം ഞാനിങ്ങനെ സ്വീറ്റ് കോൺ ഇങ്ങനെ കൈയോടെ തന്നെ കട്ട് ചെയ്ത് ഇതുപോലൊരു പ്ലാസ്റ്റിക് ബോക്സിൽ വെച്ചേക്കും. കുറേ നാൾ കേടാവാതിരിക്കും. പിന്നെ കറിവേപ്പില, പച്ചമുളക്, മല്ലിയില എല്ലാ സാധനങ്ങളും ഇതുപോലെ പ്ലാസ്റ്റിക് ബോക്സുകളിലാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് പാഴ്സൽ മേടിക്കുമ്പോൾ കിട്ടുന്ന ബോക്സുകളിലാണ് വെക്കുന്നത്. പിന്നെ ഞാൻ എപ്പോഴും തക്കാളി ഫ്രിഡ്ജിൽ ഇങ്ങനെയാണ് വെക്കുന്നത് കേട്ടോ. ഇതുപോലൊരു നെറ്റിൻ്റെ ഒരു ബാസ്ക്കറ്റിൽ വെച്ചേക്കും. പിന്നെ നമ്മുടെ ഫ്രിഡ്ജിൻ്റെ ഡോറ് സൈഡിൽ സ്ഥിരമായിട്ട് വെക്കുന്ന ഐറ്റംസാണ് ഇതൊക്കെ. ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡർ, പിന്നെ ബട്ടർ, അതുപോലെ നെയ്യ്, അങ്ങനത്തെ സാധനങ്ങളൊക്കെ കേട്ടോ. അതത് സ്ഥാനത്ത് എല്ലാം എടുത്ത് വെച്ചിട്ട് പിന്നെ നേരെ വന്നിട്ട് നമ്മുടെ തക്കാളി തൊക്കെ എങ്ങനെ ഉണ്ടെന്ന് നോക്കണം. അപ്പോഴത്തേക്കും ഏകദേശം ഒന്ന് വെള്ളം വറ്റി വരാറായിട്ടുണ്ട്. ഇനി കുറച്ചും കൂടി ഉണ്ട് വെള്ളം പറ്റി വരാനായിട്ട്. അപ്പോൾ ഞാൻ ഇതിനിടയിൽ തന്നെ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. തുടക്കത്തിലേ ഉപ്പ് ചേർത്ത് കൊടുക്കാത്ത കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ വെള്ളം ഇതിലുണ്ടല്ലോ, അത് കുറേ അങ്ങ് പറ്റിപ്പോയതിന് ശേഷം ഒന്ന് പകുതി ആകുമ്പോഴത്തേക്കും നമുക്ക് ഉപ്പ് ചേർക്കാമെന്ന് കരുതി. ഇതിനിടയിൽ തന്നെ ഹസ്ബൻഡ് പുറത്ത് പോയിരുന്നു. പോയിട്ട് വന്നപ്പോഴത്തേക്കും എനിക്കിങ്ങനെ കരിമ്പ് ജ്യൂസ് മേടിച്ചുകൊണ്ട് വന്നായിരുന്നേ. ഹസ്ബൻഡ് അവിടെ നിന്ന് കുടിച്ചുകൊണ്ടാണ് വന്നത്. അപ്പോൾ ഞാനത് മൊത്തം കുടിച്ചിട്ടില്ല, പകുതി കുടിച്ചു. പിന്നെ ഇതിനിടയിൽ തന്നെ നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിരിക്കുന്ന കടുകും ഉലുവയും കൂടി ഇട്ടിട്ടുള്ള ഒരു പൊടിയുണ്ടല്ലോ, പൗഡർ, അത് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൽ മെയിനായിട്ട് ചേർക്കുന്ന ഒരു മസാല എന്ന് പറയുന്നത് മുളക് പൊടി മാത്രമാണ്, വേറെ ഒരു പൊടികളും ചേർക്കുന്നില്ല. ഇത് മാത്രം ചേർത്താൽ മതി. എരിവിനനുസരിച്ചുള്ള മുളക് പൊടിയും ചേർത്ത് കായപ്പൊടിയും കൂടി ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഒരു 1/2 ടീസ്പൂണോളം ചേർത്താൽ മതി. എന്നിട്ട് പൊടിയുടെ പച്ചമണം പോകുന്നവരൊന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് അതൊന്ന് പറ്റി നന്നായിട്ട് ഈ തക്കാളി ഒന്ന് തിക്കായിട്ട് വരണം കേട്ടോ. അപ്പോഴേക്കും നമുക്ക് ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് പറ്റി വന്നിട്ടുണ്ടായിരിക്കും. ഇനി നമ്മളിതിലേക്ക് നല്ലെണ്ണ കുറച്ചധികം തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ലെണ്ണയിലാണ് ഇത് ചെയ്യേണ്ടത്. അച്ചാറ് പോലെ ചെയ്യുന്നൊരു സംഭവമാണ്, തൊക്കെന്നാണ് ഇതിന് പറയുന്നത്. അപ്പോൾ ഇത് കുറേ നാൾ കേടാകാതിരിക്കും, പുറത്ത് വെച്ച് നമുക്ക് സൂക്ഷിക്കാം. ഇവിടെ ഇപ്പോൾ വെയിലായ കാരണം കൊണ്ട് ഞാനിതിപ്പോൾ ഫ്രിഡ്ജിലാണ് സൂക്ഷിക്കാനായിട്ട് പോകുന്നത്. തൽക്കാലം കഴിക്കാനുള്ളത് ഞാൻ കുറച്ചെടുത്തിട്ട് പുറത്ത് സൂക്ഷിക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ തക്കാളി തൊക്ക് റെഡിയായിട്ടുണ്ട് കേട്ടോ. അവസാനം കുറേ അധികം നല്ലെണ്ണ ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് ഫ്ലെയിം ഓഫ് ചെയ്ത് വെച്ചു. അപ്പോൾ അത്രയേ ഉള്ളൂ തക്കാളി തൊക്ക്. പിന്നെ രാവിലെ നമ്മൾ ലഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ആമിക്ക് സ്കൂളിൽ പോകുന്നതുകൊണ്ട് പൊട്ടറ്റോ റൈസാണ് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള റെസിപ്പിയൊക്കെ ഞാൻ മുന്നേ ഒരു വ്ളോഗിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ കൂടെ നിന്ന് സൈഡ് ഡിഷായിട്ട് ഞാൻ തൈരാണ് എടുക്കുന്നത്. ഇതിന് സൈഡ് ഡിഷ് ഒന്നും തന്നെ വേണ്ട, നമുക്ക് ഒരു സൈഡ് ഡിഷ് ഇല്ലെങ്കിലും കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി റൈസാണ് കേട്ടോ. ഈസിയാണ്. അങ്ങനെ പൊട്ടറ്റോ റൈസ് നമുക്ക് ലഞ്ച് കഴിക്കാനുള്ള സമയമായ കാരണം കൊണ്ട് ഞാൻ റൈസൊക്കെ എടുത്ത് വെച്ചു. അങ്ങനെ നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ച് കുറച്ച് നേരം ഞാൻ റെസ്റ്റ് എടുത്തതിന് ശേഷം വന്ന് നോക്കിയപ്പോഴത്തേക്കും നമ്മുടെ തൊക്ക് നല്ല അടിപൊളിയായിട്ട് തണുത്ത് സെറ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലായിരിക്കും ഇരിക്കുന്നത്. വെള്ളം ഒട്ടും തന്നെ ഉണ്ടാവാനായിട്ട് പാടില്ല. വെള്ളം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് പൂത്ത് പോകും കേട്ടോ, ഒരുപാട് നേരം ഇരിക്കത്തില്ല. ഞാൻ ഈ ഒരു ബ്ലാക്ക് പാത്രത്തിലേക്ക് വെക്കുന്നത് നമുക്ക് പുറത്ത് സൂക്ഷിക്കാനാണ്, പെട്ടെന്ന് നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. ആ ഒരു പ്ലാസ്റ്റിക് പാത്രത്തിൽ എല്ലാം കൂടി നിൽക്കുന്നില്ല. ചില്ല് കുപ്പി ഉണ്ടെങ്കിൽ അതിലിട്ട് വയ്ക്കുന്നതാണ് നല്ലത്. ചൂടായ കാരണം കൊണ്ടാണ് ഞാനിപ്പോൾ ഫ്രിഡ്ജിൽ വയ്ക്കുന്നത് കേട്ടോ. തണുത്ത കാലാവസ്ഥയാണെങ്കിൽ പുറത്ത് വെച്ച് സൂക്ഷിക്കാം. അപ്പോൾ എന്തായാലും നിങ്ങൾ തക്കാളി തൊക്ക് ട്രൈ ചെയ്ത് നോക്കണേ. ചപ്പാത്തിക്കൊക്കെ ബെസ്റ്റ് സംഭവമാണ് കേട്ടോ. പിന്നെ വൈകുന്നേരം ആയപ്പോഴത്തേക്കും ഞാൻ ഒരു മസ്ക് മെലോൺ ഇരിപ്പുണ്ടായിരുന്നു, അതൊന്നെടുത്ത് ജ്യൂസ് അടിക്കാമെന്ന് കരുതി. ആമി ഇപ്പോൾ സ്കൂൾ വിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അവൾ ഫ്രഷ് ആവുന്നുണ്ട് ഇതിനിടയിൽ തന്നെ. ഇനിയിപ്പോൾ ഹസ്ബൻഡ് ഓഫീസിൽ പോകാനായിട്ടൊക്കെ റെഡിയാവും. പിന്നെ ചപ്പാത്തി ഉണ്ടാക്കലും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല. പിന്നെ മസ്ക് മെലോണ് ഞാൻ ഇന്ന് നന്നാരി സർബത്ത് യൂസ് ചെയ്തിട്ടാണ് ജ്യൂസ് അടിക്കുന്നത്. സാധാരണ എപ്പോഴും പാലിലടിക്കാറുണ്ട് ഷേക്ക് പോലെ. മസ്ക് മെലോണിന് ഇവിടെ തമിഴിൽ ഇതിന് പറയുന്ന പേര് കിർണിപ്പഴം എന്നാണ് പറയുന്നത്. നാട്ടിൽ ഇതിന് ഷമാമെന്നും പറയുമല്ലേ. ഇത് കിർണിപ്പഴമാണ് കേട്ടോ. കിർണിപ്പഴം എന്ന് പറയുന്നതാണ് ഇവിടുത്തെ മസ്ക് മെലോണ്. ഇത് നന്നായിട്ടൊന്ന് സ്പൂൺ കൊണ്ടൊന്ന് അതിൻ്റെ ഫ്ലഷ് എല്ലാം എടുത്തിട്ട് നന്നാരി സർബത്ത് ഷുഗറിന് പകരമാണ് ചേർത്ത്
കൊടുക്കുന്നത്. ഇതിൽ വേണമെന്നുണ്ടെങ്കിൽ പാല് ചേർത്തിട്ട് അടിക്കാം. ഞാനിപ്പോൾ വെള്ളം മാത്രമാണ് ചേർക്കുന്നത്. ഇപ്പം ഞാൻ എന്തായാലും തൽക്കാലം വെള്ളം ചേർത്തിട്ടില്ല കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ഫൈനായിട്ടൊന്ന് അരച്ചെടുത്താൽ മതി. അപ്പോൾ നമ്മുടെ മസ്ക് മെലോൺ ജ്യൂസ് അടിപൊളിയായിട്ട് തയ്യാറായി. അപ്പോൾ ഇത് ഇപ്പോഴത്തെ ചൂടിന് കഴിക്കാൻ പറ്റിയൊരു സംഭവമാണ്. നന്നായിട്ട് വാട്ടർ കണ്ടൻറ്റുള്ള വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഒക്കെ ഈ ഒരു സമയത്ത് കഴിക്കുന്നതാണ് കേട്ടോ നല്ലത്. കഴിഞ്ഞ വ്ളോഗിൽ ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നല്ലോ, ചെന്നൈയിൽ ഇപ്പോൾ എങ്ങനെയാണ്, ചൂടാണോ നിങ്ങൾ താമസിക്കുന്നിടത്തൊക്കെ. അപ്പോൾ 1-2 പേര് കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു നല്ല ചൂടാണെന്ന്. അപ്പോൾ ഇവിടെയും നല്ല ചൂടാണ്. അപ്പോൾ നന്നായിട്ട് തന്നെ വെള്ളമൊക്കെ കുടിക്കണം, നന്നായിട്ട് വാട്ടർ കണ്ടൻറ്റുള്ള ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ കഴിക്കണം. ഒരുപാട് വെള്ളം കുടിച്ചുകൊണ്ടേ ഇരിക്കണം കേട്ടോ. അപ്പോൾ എല്ലാവരും ഹെൽത്തൊക്കെ നന്നായിട്ട് നോക്കിക്കോളൂ. ഞാനും മാക്സിമം വെള്ളം കുടിക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ സമ്മർ സ്പെഷ്യലായിട്ടുള്ള റെസിപ്പീസൊക്കെ ഞാൻ വരുന്ന വ്ളോഗുകളിലൊക്കെ ഷെയർ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്കിനി വെനസ്ഡേ വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.